കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാരായവർക്കും ഒക്കെ വേണ്ടി വീട്ടിൽ വോട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ്. അത് പലയിടങ്ങളിൽ നടക്കുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ അവരെ കൊണ്ട് വോട്ട് രേഖപ്പെടുത്തിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, വീട്ടിലോട്ട് എങ്ങനെ പുരോഗമിക്കുന്നു? മോദി ഭരണം തുടരണോ അതോ ഭരണം മാറണമോ എന്ന കാര്യത്തിലുള്ള ജനവിധി ഇന്ന് തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം വീട്ടിലെ വോട്ട് 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർ ഇപ്പോൾ വോട്ട് ചെയ്യുകയാണ്. ഇതിന് പുറമെ 40% ഈ ഭിന്നശേഷിയുള്ളവർക്കും വീട്ടിൽ വോട്ട് അനുവദനീയമാണ്. അപ്പോൾ ഇന്ന് മുതൽ ഏപ്രിൽ 4 വരെയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നേമം മണ്ഡലത്തിലെ വോട്ടെടുപ്പാണ്. ഇപ്പോൾ പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മൊബൈൽ ടീം ഇവിടെ വീട്ടിലെത്തി, അതായത് നേരത്തെ തന്നെ ഈ വീട്ടിൽ വോട്ട് വേണമെന്ന് അപേക്ഷ നൽകിയവരുടെ വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. വളരെ രഹസ്യ സ്വഭാവത്തോടെ തന്നെയാണ് ഇവർക്ക് വോട്ട് രേഖപ്പെടുത്തി അത് ഈ പോളിംഗ് ഓഫീസർക്ക് കൈമാറുന്ന രീതിയാണ്. നടപടികൾ പുരോഗമിക്കുകയാണ്. വോട്ട് എങ്ങനെ മാഡം തുടങ്ങിയായിരുന്നോ? വോട്ട് എങ്ങനെയാണ് പ്രൊസീജിയർ തുടങ്ങിയായിരുന്നു? ഇപ്പോൾ നടക്കുന്നത് ഇപ്പം നമ്മൾ ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ ഒപ്പിട്ട് മേടിച്ചു. അടുത്ത് അല്ലാതെ വോട്ടറെ കൊണ്ട് നമ്മൾ ഒപ്പിടിച്ച് മേടിച്ചു. ഇപ്പം വോട്ടിടാനായിട്ട് തുടങ്ങുക. ഒരു സെക്ഷനിൽ എത്ര പേരൊക്കെ ഉണ്ടാവും? എത്ര വീട്ടിലോട്ടൊക്കെ ഉണ്ട്? ഞങ്ങൾക്ക് ഇന്ന് 25 ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് 25 പേരാണ് ഇടേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് 5ാമത്തെ ബൂത്തിലാണ്. അവിടെ നമുക്ക് നമ്മുടെ എത്ര 9 പേരാണ്. അപ്പോൾ ഏതായാലും ഭാർഗവി എന്ന അമ്മയാണ് ഇവിടെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അമ്മ, എങ്ങനെ ആദ്യമായിട്ടാണോ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്? എന്താ മോനെ, ആദ്യമായിട്ടാണോ വീട്ടിൽ വോട്ട് ചെയ്യുന്നത്? വീട്ടിൽ വന്ന് അല്ല, നമ്പർ ഓഫ് ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അത് അവിടെ സ്കൂളിലും ബൂത്തിലൊക്കെ പോയല്ലേ വോട്ട് ചെയ്തിട്ടുള്ളൂ? വീട്ടിൽ വോട്ട് ചെയ്യുന്ന ആദ്യമല്ലേ? പോയിട്ടുണ്ട്, വെളിയിലും പോയിട്ടുണ്ട്. തിരുമല സ്കൂളിൽ 1-2 പ്രാവശ്യം പോയി. പിന്നീട് ഉള്ള സമയമെല്ലാം ഇവിടെ വന്നിട്ടാണ് വോട്ട് ചെയ്യുന്നത്. വീട്ടിൽ വോട്ട് ചെയ്യുന്ന ആദ്യമല്ലേ അല്ലേ? അല്ല, ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇത്തവണ എല്ലാം നേരത്തെ തന്നെ അപേക്ഷയൊക്കെ കൊടുത്തോ? വോട്ട് ചെയ്യാനുള്ള അപേക്ഷ നേരത്തെ തന്നെ കൊടുത്തോ? കുട്ടികളാണ് അതിന്റെ എല്ലാം. ഏതാന്നൊന്നും എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല. ഇതൊരു നല്ല സൗകര്യമാണ് അല്ലേ? വീട്ടിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നത് നല്ല സൗകര്യമാണോ? വീട്ടിലോട്ട് വോട്ട് ചെയ്തോ? ചെയ്യാൻ പോകുന്നേ ഉള്ളോ? ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാ ഈ വോട്ടെടുപ്പിൽ സ്ഥിരമായി പങ്കെടുക്കുക, സ്ഥിരമായി വോട്ട് എല്ലാ ഇലക്ഷനിലും ഒക്കെ വോട്ട് ചെയ്യുന്ന ആള് തന്നെയല്ലേ? പോവും. രാഷ്ട്രീയ ബോധമൊക്കെ ഉള്ള ആളാണ്. നമ്മള് സ്ഥലത്ത് പോയി ചെയ്യും. ഇപ്പൊ ഇത് ആദ്യമായിട്ടാ വീട്ടിൽ വരുന്നേ. അതോ 2ാമത്തെ പ്രാവശ്യമാണെന്ന് ഓർമ്മയില്ല. ശരിയാ, ആദ്യമാ. ഇങ്ങനെ പോയി വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി വോട്ട് നഷ്ടപ്പെടുത്താനൊന്നും താല്പര്യമില്ല. അയ്യോ, അതില്ല. വോട്ട് ചെയ്യണം, ഉള്ള വോട്ട് കൊടുക്കണം, ചെയ്യണം. നമ്മുടെ പുതിയ തലമുറയൊക്കെ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടൊക്കെ താല്പര്യം കുറവുള്ളവരാ. അവരോട് എന്താ പറയാനുള്ളത്? വോട്ട് ചെയ്യണം, കഷ്ടപ്പെട്ടെങ്കിലും പോയി ചെയ്യണം. പ്രായമായ അവരെ വണ്ടിയെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കണം. അപ്പൊ എന്തായാലും അമ്മ വോട്ട് ചെയ്യണം. അപ്പൊ അമ്മ വോട്ട് ചെയ്യാണ്. ഇതുപോലെ ഒരുപാട് അമ്മമാർ, ഒരുപാട് പ്രായം ചെന്നവർ ഇന്നിപ്പോൾ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം 4-ാം തീയതി വരെ സമയമുണ്ട് അവർക്ക്. ഈ ഉദ്യോഗസ്ഥ സംഘങ്ങൾ എത്ര പേരായിട്ടാണ് ഓരോ വീട്ടിലേക്കും പോകുന്നത്? എല്ലായിടത്തും ഒരാൾക്ക് 25 വീടുകൾ എന്നതാണ് ഒരു ടാർഗറ്റായി കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ വീട്ടിലോട്ട് രേഖപ്പെടുത്തി കഴിയാൻ സാധിക്കുമോ? മോദി, ഇതില് ഒരു പോളിംഗ് ഓഫീസർ, അതായത് ഇത് സെക്ഷനായി തിരിച്ചാണ് ഈ വീട്ടിലോട്ട് നടപ്പാക്കുന്നത്. അതായത് പോളിംഗ് ഓഫീസർ, 2 അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ, വീഡിയോഗ്രാഫർ, പോലീസ് എന്നിവരടങ്ങുന്ന ഒരു സംഘമാണ് വീട്ടിലെത്തി. ഒപ്പം പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരും ഒപ്പം ഉണ്ടാകും. അങ്ങനെയാണ് ഈ ടീമിനെ സജ്ജീകരിക്കുന്നത്. കാരണം ഒരു തരത്തിലുള്ള പരാതികളും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഈ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു രഹസ്യ സ്വഭാവം നമുക്കതിൽ വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ അമ്മയ്ക്ക്, ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അമ്മയുടെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് ഈ ബാലറ്റ് രഹസ്യമായി വന്ന് ഇവിടെ ആരും കാണാതെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം തന്നെ നമ്മൾ പോളിംഗ് ബൂത്ത് പോലെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു രഹസ്യാത്മക സൂക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു മറയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റൊക്കെ സജ്ജമാക്കി തന്നെയാണ് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊരു പരാതിയും ഉണ്ടാകില്ല എന്നതാണ്. മാത്രമല്ല, ഈ വോട്ട് ചെയ്ത ഈ അമ്മയാണെങ്കിൽ ഇവിടെ ഈ അമ്മ വോട്ട് ചെയ്ത ശേഷം ഈ വോട്ട് രേഖപ്പെടുത്തിയ ഈ ബാലറ്റ് അത് പൂർണ്ണമായും സീൽ ചെയ്തിട്ടാകണം. അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? അതെ 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 അതെ.
മുഴുവനായി സീൽ ചെയ്ത് ക്ലോസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അത് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് അറിയാൻ കഴിയാത്ത ഞങ്ങൾക്ക് കഴിയില്ല. അത് ആ വോട്ടിടുന്ന ആൾ തന്നെ അത് ചെയ്ത് കവറിനകത്ത് പാക്ക് ചെയ്താണ് ഞങ്ങൾ തരുന്നത്. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇടുന്ന ആൾക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. അപ്പോൾ ഒട്ടിച്ച് തരാം, അവർ തന്നെ തരാം. ഇത് നമ്മൾ കൈമാറുന്ന ആർക്കാണ്? അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ച് റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറുന്നത്. അപ്പം ഇതാണ് അതിന്റെ ഒരു രീതി. പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാനം വളരെ നല്ല മികച്ച രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്.